So, good evening, everyone. So, we are reading the book What Your Doctor Doesn't Know About Nutritional Medicine May Be Killing You, written by Dr. Reddy Strand MD, first published in 2002. And we are reading the chapter 12 Air Pollution and Chronic Obstructive Pulmonary Disease. There is nothing harder than watching patients, young or old, struggle with every breath, often requiring nasal oxygen 24 hours a day. This is the case in those with chronic obstructive pulmonary disease (COPD), which includes emphysema, chronic bronchitis, and bronchiolitis. These patients are hardly able to not everyone is able to make a conscious choice to live in a healthy environment. But prevention weighs heavily on my mind. Here again, I realize it is not the years in life that are important, but the quality of life we have in those years. We need to do whatever we can now to boost our health or re-stimulate it if it is weakened. Air pollution is a key player. So, Dr. Ray പറയുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയുന്നത് ബ്രോങ്കൈറ്റിസ്, എംഫിസിമ അങ്ങനെയുള്ള ശ്വാസതടസ്സം വന്നിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, അത് ചെറിയ കുട്ടികളാകാം, വലിയ പ്രായപൂർത്തിയായിട്ടുള്ളവരായിരിക്കാം, അവരൊക്കെ മൂക്കിൽ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കേണ്ട അവസ്ഥ, അതും 24 മണിക്കൂറും അങ്ങനെ ഓക്സിജൻ സപ്ലൈ ചെയ്തുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എല്ലാ ആൾക്കാർക്കും നല്ല ഒരു ഹെൽത്തി എൻവയോൺമെൻറ്റ്, നല്ല ഒരു പാരിസ്ഥിതികമായിട്ട് പൊല്യൂഷനൊന്നും ഇല്ലാത്ത തരത്തിലുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കാനുള്ള അവകാശം ഉണ്ട്. പക്ഷേ അത് എല്ലാവർക്കും തന്നെ അങ്ങനെ സാധിക്കുന്നില്ല. അത് ആ ആൾക്കാരുടെ, ആ വ്യക്തികളുടെ കുറ്റമല്ല, പക്ഷേ അവർ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അനുഭവിക്കേണ്ടി വരികയാണ്. എപ്പോഴും ശ്വാസമുട്ടൽ അനുഭവിച്ചുകൊണ്ട് ഓക്സിജൻ എടുത്തുകൊണ്ട് പുറത്തുനിന്നുള്ള സപ്ലൈ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ട പോലെയുള്ളത്. സോ ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത് നമ്മളുടെ പരിസ്ഥിതിയിൽ വരുന്ന ഈ പറയുന്ന വിഷമയമായിട്ടുള്ള കാര്യങ്ങളാണ്, പൊല്യൂഷൻ തന്നെയാണെന്നാണ്. എയർ പൊല്യൂഷൻ ഈസ് എ കീ പ്ലെയർ. Considerable evidence shows that the inhalation of cigarette smoke and airborne pollutants causes the increased oxidative stress that is the underlying cause of COPD. സോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസിൽ പെടുന്ന എല്ലാ ഈ രോഗങ്ങൾക്കും കാരണമായിട്ട് പറയുന്നത്, മെയിനായിട്ടുള്ള കാരണം പറയുന്നത്, ഒന്ന് സിഗരറ്റ് സ്മോക്കിംഗ്, രണ്ടാമത് നമ്മുടെ വായുവിൽ വരുന്ന തരത്തിലുള്ള ശരീരത്തിന് മോശമാക്കുന്ന രീതിയിലുള്ള ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ വരുന്ന കെമിക്കൽസും പൊല്യൂട്ടൻസും, അത് ശ്വാസകോശത്തിലുണ്ടാക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ടാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് ഈവൻ റെഫറൻസസ് തന്നിട്ടുണ്ട്. The resultant chronic inflammation in one's airways creates even more oxidative stress, which leads to the damage of sensitive lung tissue. This eventually decreases lung function by disrupting the easy transfer of oxygen through these damaged membranes to the blood. സോ ഒരിക്കൽ ഈ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ ശ്വാസകോശത്തിനകത്ത് വായു സഞ്ചാരം നടത്തുന്ന ആ ഭാഗങ്ങളിൽ ഉണ്ടാകുമ്പോൾ അവിടെ കൂടുതൽ സ്ട്രെസ്സ്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് ഉണ്ടാകുന്നു. അപ്പോൾ എന്തുണ്ടാവും? കൂടുതൽ അവിടെ ഡാമേജ് ഉണ്ടാവും, അവിടുത്തെ കോശങ്ങൾക്ക് കൂടുതൽ ഡാമേജ്. ഓൾറെഡി ഇൻഫ്ലമേഷൻ ഉണ്ട്, ഡാമേജ് വന്നിട്ടുണ്ട്, അങ്ങനെ വന്ന് അത് തുടർന്നുകൊണ്ട് പോകുമ്പോൾ പിന്നെയും കൂടുതൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് അവിടെ കൂടുന്നത് കൊണ്ട് പിന്നെയും അവിടെ ഉണ്ടാകുന്ന നാശം കൂടുതലായി മാറുന്നു. ദിസ് ഇവൻച്വലി ഡിക്രീസസ് ലങ് ഫങ്ഷൻ ബൈ ഡിസ്ട്രപ്റ്റിംഗ് ദ ഈസി ട്രാൻസ്ഫർ ഓഫ് ഓക്സിജൻ. അപ്പോൾ എന്തുണ്ടാവും? നമ്മുടെ ശ്വാസകോശത്തിലേക്ക് വായുവിൽ നിന്ന് വരുന്ന ഓക്സിജൻ്റെ അളവ് എടുക്കുന്നത് വളരെയധികം കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും ബ്ലഡ് അങ്ങോട്ട് ചെന്ന് അവിടുത്തെ ഫങ്ഷൻസ് ചെയ്യാനുള്ള ആ കോശങ്ങളിലേക്കുള്ളത് അതും തകരാറിലാകും പിന്നീട്. സ്റ്റഡീസ് ഷോ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഈസ് ദ കോസ് ഓഫ് COPD. പല ഗവേഷണ പഠനങ്ങളും കാണിച്ചിട്ടുണ്ട് ഈ തരത്തിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് തന്നെയാണ് ഈ രോഗത്തിന് കാരണമെന്ന്. W. Macney reported in the medical journal Chest and the Novartis Foundation Symposium that he felt that there was considerable scientific evidence that oxidative stress was the cause of
COPD. ചെസ്റ്റ് എന്ന് പറയുന്ന മെഡിക്കൽ ജേർണലിൽ എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് പറയുന്നത്. He discovered that many of these patients had depleted antioxidants in their lung tissue due to the increase in oxidative stress and possible dietary deficiency of antioxidants. ഇങ്ങനെയുള്ള രോഗികളിൽ അവരുടെ ലങ്ങിലുള്ള ടിഷ്യൂ, ശ്വാസകോശത്തിലുള്ള കലകളിലേക്ക്, കോശങ്ങളിലേക്ക് എത്തുന്ന ആൻറ്റിയോക്സിഡൻ്റ് അളവ് വളരെ കുറവാണെന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. He stated that antioxidants that have good bioavailability are easily used in the lung may therefore be potential therapies that would not only protect against the direct injuries effects of oxidants, but also may favorably alter the events that have a central role in the development of COPD. അപ്പോൾ ഇങ്ങനെയുള്ള ശ്വാസകോശത്തിന് വരുന്ന രോഗങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? കൂടുതൽ ആൻറ്റിയോക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള, ബയോ അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ള, നല്ല ക്വാളിറ്റി ഉള്ള തരത്തിലുള്ള ആൻറ്റിയോക്സിഡൻസ് ശരീരത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഇഞ്ചുറീസ് എല്ലാം, അതിലുണ്ടാകുന്ന നാശത്തിന് കാരണമായിട്ടുള്ള അല്ലെങ്കിൽ നാശം സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. The progression of COPD is relatively resistant to traditional medical treatment, especially the use of steroids. So, സാധാരണ ചികിത്സാ രീതികളിൽ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് സ്റ്റീറോയിഡ്സ് ആണ് കൊടുക്കാറ്. Obviously, the first task of the physician is usually to help smoking patients to quit. This is not an easy task. I find that it is more difficult to get my patients off of cigarettes than alcohol and even some narcotic medications. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള രോഗികളിൽ ഒരു ഫിസിഷ്യൻ, ഡോക്ടർ എന്താണ് ചെയ്യേണ്ടത്? ആ ആൾക്കാരെ പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഡോക്ടർ റേ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നത്. ഈവൻ ആൽക്കഹോള്, മദ്യവും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് തന്നെ ആൾക്കാരെ പിന്തിരിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ മദ്യം മാത്രമല്ല, മറ്റുള്ള മയക്കുമരുന്ന് അതിൽ നിന്ന് പോലും പിന്തിരിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർ റേ പറയുന്നു. സ്റ്റിൽ ദ ബെനിഫിറ്റ് ടു ദ പേഷ്യൻ്റ് ഈസ് ട്രമൻഡസ്. കോൺസിക്വൻ്റ്ലി ഐ വിൽ ട്രൈ ഓൾമോസ്റ്റ് എനിത്തിങ് ടു ഹെൽപ്പ് മൈ പേഷ്യൻസ് ടു ക്വിറ്റ് സ്മോക്കിംഗ്. അവർ സ്മോക്കിംഗ് നിർത്തിയിട്ടില്ലെങ്കിൽ പോലും ഞാൻ അവർക്ക് ഇത്തരത്തിലുള്ള ആൻറ്റിയോക്സിഡൻസ് നല്ല ബയോഅവൈലബിൾ ആയിട്ടുള്ളത് കൊടുത്തു കഴിയുകയാണെങ്കിൽ അവരിൽ നന്നായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. മാത്രമല്ല, ഞാൻ തുടർച്ചയായിട്ട് അവരെ പുകവലിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കാറുമുണ്ട്. A principle you will find throughout this book is that you absolutely must do everything you can to decrease your exposure to those things that create increased oxidative stress. ഈ ബുക്കിൽ ഉടനീളം ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എപ്പോഴും എത്രത്തോളം ആൻറ്റി ഓക്സിഡൻസ് നമ്മളുടെ ശരീരത്തിലേക്ക് കൊടുത്തുകൊണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് ഈസ് നോട്ട് സിംപ്ലി എ മാറ്റർ ഓഫ് ബിൽഡിംഗ് അപ്പ് യുവർ ബോഡീസ് ആൻറ്റി ഓക്സിഡൻറ്റ് ഡിഫൻസ് സിസ്റ്റം. ഹെൽത്ത് എന്ന് പറയുന്നത്, ആരോഗ്യം എന്നുള്ളത് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റ് ഡിഫൻസ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇഫ് യു ആർ ഡെവലപ്പിംഗ് COPD ആൻഡ് ഹാവ് നെവർ ബീൻ എ സ്മോക്കർ ഓർ ആർ നോട്ട് പ്രസൻ്റ്ലി സ്മോക്കിംഗ്, nutritional supplementation may become the best way to slow down the progression of COPD. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങളൊരു പുകവലിക്കുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാമെന്നാണ്. അത് കൂടുതൽ വഷളാകാതെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. The basic principles apply with all of these chronic lung diseases just as it does with asthma. The earlier you start an aggressive supplement program, the better your chances of hindering its progression. Once the lung has become seriously damaged, as many smokers have discovered, there is very little chance of significantly improving their lung function. So, ഏത് രോഗത്തിലുള്ള പോലെ തന്നെ ആസ്മയിൽ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള ലങ് ഡിസീസസ് ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ട് നല്ല ഒരു അഗ്രസീവായിട്ടുള്ള, വളരെ നല്ല രീതിയിലുള്ളൊരു സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമിൽ പോകണം. അപ്പോൾ കൂടുതൽ അത് വഷളാകാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പിന്നെ വളരെ മാരകമായിട്ടുള്ള രീതിയിൽ ഇത് മാറിക്കഴിഞ്ഞാൽ, ലങ് ഡിസീസ്, ശ്വാസകോശത്തിലുള്ള അസുഖം മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ
ആരിലാണ് കാണുന്നത് അദ്ദേഹം പറയുന്നത് സ്മോക്കേഴ്സിലാണെന്ന്, പുകവലിക്കുന്നവരിലാണ് അങ്ങനെ കൂടുതൽ കാണുന്നത്. സോ അവരെ വളരെ മാരകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി ഒരു വലിയ ശതമാനം 80% എന്നുള്ളൊക്കെ രീതിയിൽ നാശം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അത്ര എളുപ്പമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ് സബ്ഹെഡിങ് ഈസ് സിസ്റ്റിക് ഫൈബ്രോസിസ്. Cystic fibrosis or CF is a lethal hereditary disease primarily marked by digestive malabsorption. The body doesn't readily absorb the nutrients from one's diet, as well as chronic pulmonary infections. The malabsorption syndrome found in cystic fibrosis patients is primarily due to deficiencies in the pancreatic enzymes. In addition, the epithelial cells of the lungs, airways also do not function well, leading to increased mucus accumulation and bacterial infections. The damage to the lungs that characterize this disease is again due to the tremendous oxidative stress that is occurring within the lung lining. അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അസുഖത്തിന് അതൊരു ഹെറിഡിറ്ററി പാരമ്പര്യമായിട്ട് വരുന്ന ഒരു അസുഖമായിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് മാലബ്സോർപ്ഷനാണ്. അതായത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിച്ചിട്ട് അത് കറക്റ്റായിട്ട് പോഷകങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനോട് കൂടി തന്നെ ലങ്സിൻ്റെ ഫങ്ഷനും ശ്വാസകോശത്തിൻ്റെ ഫങ്ഷനും കുറഞ്ഞ് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ, അതായത് മാലബ്സോർപ്ഷൻ സിൻഡ്രോമും അതുപോലെ തന്നെ സിസ്റ്റിക് ഫൈബ്രോസിസ്, ഈ പൾമണറി ഡിസ്ഫങ്ഷനും, ഇത് രണ്ടും കൂടെ വരുമ്പോൾ, ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഒന്നിച്ച് വരുമ്പോൾ വയറിനുള്ള പോഷകങ്ങൾ എടുക്കാനുള്ള കഴിവും കുറയുന്നു. ശ്വാസകോശം നന്നായിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഓക്സിജനും ഉള്ളിലേക്ക് വരുന്നതും ബ്ലഡ് സർക്കുലേഷനെയും ബാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലങ്സിൻ്റെ ലൈനിങ്ങും വയറിൻ്റെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലുള്ള ലൈനിങ്ങിന് ഓൾറെഡി ഡാമേജ് വന്നിട്ടുണ്ട്. പിന്നീട് അത് ശ്വാസകോശത്തിൻ്റെ അതിൻ്റെ ഉള്ളിലത്തെ ലെയറിനെയും ബാധിക്കാൻ തുടങ്ങുന്നു. Several clinical trials have demonstrated that cystic fibrosis patients are seriously deficient in vitamin E, selenium, beta-carotene, and the important antioxidant glutathione found both within the epithelial cell and epithelial fluid lining of the lung. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ എന്താണ്, പലതരത്തിലുള്ള ഈ പറയുന്ന പോഷകങ്ങൾ, വൈറ്റമിൻ ഇ, സെലേനിയം, ബീറ്റ-കരോട്ടീൻ, അങ്ങനെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റ്, ഗ്ലൂട്ടാത്തയോൺ എല്ലാം വളരെ കുറവാണ് കാണുന്നത്. ഇത് നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലത്തെ ലൈനിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള മൂലകങ്ങളാണ്, പോഷകങ്ങളാണ്. ദിസ് കണ്ടിന്യൂവൽ ഇൻഫ്ലമേറ്ററി പ്രോസസ് ഡെപ്ലീറ്റ്സ് എസെൻഷ്യൽ ആൻറ്റിഓക്സിഡൻസ് നീഡഡ് ടു പ്രൊട്ടക്ട് ദ പേഷ്യൻ്റ് ലങ്സ്, ആൻഡ് ബിക്കോസ് ഓഫ് ദ ഓൺഗോയിങ് മാലബ്സോർപ്ഷൻ പ്രോബ്ലം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ ദ പേഷ്യൻ്റ് ടു റീപ്ലനിഷ് ന്യൂട്രിയൻസ് ആഡിക്വറ്റ്ലി. ഓൾറെഡി വയറിൻ്റെ ലൈനിങ്ങും ലങ്സിൻ്റെ ലൈനിങ്ങിനും പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഈ പോഷകങ്ങളെല്ലാം കുറവാണ്. ഓൾറെഡി പ്രോബ്ലത്തിലിരിക്കുന്ന ഒരാൾക്ക് ഇത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് പിന്നെയും എടുക്കാത്തത് കൊണ്ടുണ്ടാവും കൂടുതൽ ഡാമേജസ് വന്നുകൊണ്ടേയിരിക്കും, നാശം കൂടുതലായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഈ പറയുന്ന ഓർഗൻസിന്. അപ്പോൾ കൂടുതൽ ഡെഫിഷ്യൻസി വന്നുകൊണ്ട് കൂടുതൽ പോഷകങ്ങൾ അസിമുലേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ട് ഈ രോഗം ഇനിയും രൂക്ഷമാകും. Cystic fibrosis is a perfect example of what happens when our natural immune and antioxidant defense systems are not able to function properly. അപ്പോൾ ഈ CF എന്ന് പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഈ രോഗം ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളാണ്, ഉദാഹരണമാണ്. എന്തിന്? നമ്മളുടെ ശരിയായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് ഡിഫൻസ് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ അസിമുലേഷൻ ഒന്നും കറക്റ്റായിട്ട് നടക്കുന്നുമില്ല. The accumulative oxidative damage to the lung tissue occurs quite rapidly, and the majority of these people die before they reach their adult years. So ഈ തരത്തിലുള്ള രോഗികളിൽ എന്ത് സംഭവിക്കും? ഈ ഓക്സിഡേറ്റീവ് ഡാമേജ് ഫർദർ കൂടി വന്നുകൊണ്ടിരിക്കുമ്പോൾ, അസിമുലേഷൻ കറക്റ്റാതെ, ന്യൂട്രിയൻസ് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് എടുക്കാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ ഇത് കൂടുകയും ഒരു പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് തന്നെ ഈ വ്യക്തി മരിച്ചു പോവുകയും ചെയ്യുന്നു. Recent studies have brought encouraging results, namely the potential in slowing down the progression of the disease by use of nutritional supplements. So പോഷകങ്ങളെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ഓൾറെഡി ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് അസിമുലേഷൻ നടക്കാതിരിക്കുന്ന തരത്തിലുള്ള ആ അവസ്ഥയിൽ നിന്ന് കൂടുതൽ പോഷകങ്ങൾ കൊടുത്തിട്ട് അവർ ഫർദർ അത് നാശത്തിലേക്ക് പോകാതെ രോഗം അഡ്വാൻസ്ഡ് ആയിട്ട് മാറാതെ ഇരിക്കുന്നതിന് തടയാനായിട്ട്
ന്യൂട്രിയൻഷണൽ സപ്ലിമെൻറ്റ്സ് കൊണ്ട് സാധിക്കുന്നുണ്ട്. By combining pancreatic enzyme supplements with potent antioxidant supplementation in patients with cystic fibrosis, by combining pancreatic enzyme supplements with potent antioxidant supplementation in patients with cystic fibrosis, researchers were able to bring vitamin E and beta carotene levels almost back to normal. So, ഈ supplementation പ്രോഗ്രാമിൽ പാൻക്രിയാസിനെ ഇത് ബാധിക്കുന്നതുകൊണ്ട്, ഡൈജഷൻ്റെയും പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ടാകുന്ന കഴിവിനെയും ബാധിക്കുന്നതുകൊണ്ട് പാൻക്രിയാറ്റിക് എൻസൈംസും അത്യാവശ്യത്തിനുള്ള എല്ലാ ന്യൂട്രിയൻസും വൈറ്റമിൻ ഇയും ബീറ്റ കാരോട്ടിനും എല്ലാം സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമിൽ കൊടുക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് അവർക്ക് നോർമലായിട്ട് മാറാനായിട്ട്, അവരുടെ ആരോഗ്യം നോർമലിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. Clinical trials also indicate that when patients take important antioxidant nutrients, oxidative stress comes back under control. So, നല്ല രീതിയിലുള്ള ആൻറ്റിഓക്സിഡൻസ് എടുക്കുമ്പോൾ ഇവരുടെ സ്ട്രെസ് എല്ലാം കുറയുകയും ഈ രോഗം കൺട്രോൾഡ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. പേഷ്യൻസ് ഡെപ്ലീറ്റഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഓൾസോ ഇംപ്രൂവ്, സോ ദേ ആർ ഏബിൾ ടു ഫൈറ്റ് ക്രോണിക് ഇൻഫെക്ഷൻസ് ലേറ്റർ. സോ ഇങ്ങനെയുള്ള ആൾക്കാരിൽ പിന്നീട് വേറെ തരത്തിലുള്ള രോഗങ്ങളിലേക്ക്, ഇൻഫെക്ഷൻസിലേക്ക് പോകാതെയും ഇത് തടയുന്നുണ്ട്. Such clinical studies provide physicians with a strong rationale for supplementing their patients with cystic fibrosis with potential nutritional supplements and pancreatic enzymes. Supplementation can only help improve a patient's condition and hopefully slow down the progression of his or her disease. So, ഇങ്ങനെയുള്ളതിൽ വരുമ്പോൾ എൻസൈംസ്, ഭക്ഷണം ദഹിപ്പിക്കാൻ തരത്തിലുള്ള പാൻക്രിയാസിന് എൻസൈംസ് കുറയുന്നതുകൊണ്ട് ആ പാൻക്രിയാറ്റിക് എൻസൈംസും അഡീഷണൽ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അവരുടെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, വേറെ അസുഖങ്ങളിലേക്ക് പോകാതെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് വൺ റിയൽ സ്റ്റോറി. ഡോക്ടർ റേ ഈസ് ഷെയറിംഗ് ഷാർലീസ് സ്റ്റോറി. ഷാർലി ഈസ് എ ബ്യൂട്ടിഫുൾ യങ് വിമൺ. She is vibrant and energetic, the picture of health. You would never guess that every day she is fighting for her life. You see, Charlie was born with cystic fibrosis. She is now 23 years old and is already in an elite class when you consider that only 30% of these patients make it to adulthood. So, ഷാർലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യമാണ്. 23 വയസ്സുണ്ട്. പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് അങ്ങനെ ഒരു രോഗമുണ്ടെന്ന് തോന്നുകയേ ഇല്ല. പക്ഷേ അവൾ ജനിച്ചതേ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നുള്ള രോഗം കൊണ്ടാണ്. പക്ഷേ അവളിങ്ങനെ ആ ഒരു രോഗവുമായിട്ട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള രോഗികളിൽ അവർ 30%, ഓൺലി 30% ഓഫ് ദീസ് പേഷ്യൻസ് മേക്ക് ഇറ്റ് ടു അഡൾട്ട്ഹുഡ്. 30% ആൾക്കാർക്ക് മാത്രമേ പ്രായപൂർത്തിയിൽ എത്താൻ പോലും സാധിക്കുകയുള്ളൂ ഈ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്ന രോഗമുള്ള അവസ്ഥയിൽ. നോ വൺ റിയലൈസസ് ദാറ്റ് ദിസ് മോർ ദാൻ ഷാർലി ആൻഡ് ഹെർ മദർ. Colette, Charlie's sister, died several years ago following a bilateral lung transplant because she also had cystic fibrosis. ഷാർലിയുടെ ചേച്ചിയും കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. അവൾക്ക് ലങ് ട്രാൻസ്പ്ലാന്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്കും സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നുള്ള രോഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷാർലിയും അമ്മയും ഈ രോഗത്തിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആർക്കും തന്നെ മനസ്സിലാകാറില്ല. The two girls were inseparable because they both had this chronic disease. They shared a bond most children never get to experience. In fact, watching her sister suffer and die following a lung transplant created a deep desire within Charlie to do whatever she could do to protect her own lungs and help win the fight against their common enemy. ഷാർലിയും സിസ്റ്ററും ഒന്നിച്ച് ഇണപിരിയാതെ നടന്നിരുന്നവരായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഈ പറയുന്ന ലങ് ട്രാൻസ്പ്ലാന്റ് കഴിയുകയും അതിനുശേഷം ട്രീറ്റ്മെൻറ്റുകളും മരിച്ചു പോകുന്ന അവസ്ഥയൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും തൻ്റെ കാര്യത്തിലെങ്കിലും ഈ ഒരു കാര്യം ഉണ്ടാകാതെ രക്ഷപ്പെടണമെന്ന് അവൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അവൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഷാർലി വാസ് 15 when her sister Lexi died. ഷാർലിക്ക് 15 വയസ്സായിരുന്നു ചേച്ചി മരിക്കുമ്പോൾ. The grief was a heavy burden to bear, but Charlie also carried the weight of her own struggles, lungs that functioned at only 35% capacity most of the time. അപ്പോൾ സ്വയം ഇത് ഈ ഒരു ദുഃഖത്തിലൂടെയും ദുരിതത്തിൽ കൂടെ തന്നെയാണ് ഷാർലി പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് അവളുടെ ലങ്സ് ആണെങ്കിൽ ശ്വാസകോശമാണെങ്കിൽ 35% മാത്രമാണ് ഫങ്ഷൻ ചെയ്യുന്നത്.
ഈ പറയുന്ന സിസ്റ്റിക് ഫൈബ്രോസിസ് എന്നുള്ള രോഗം കൊണ്ട്. ഹർ ഡോക്ടർ ഓൾസോ വാണ്ടഡ് ടു പുട്ട് ഹർ ഓൺ ദി ലങ് ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റ്. സോ അവളുടെ ഡോക്ടറും ഈ ശ്വാസകോശം മാറ്റിവെക്കുന്ന ആ ശസ്ത്രക്രിയ ചെയ്യുന്നവരുടെ ലിസ്റ്റിലേക്ക് ഇവളുടെ പേര് ആഡ് ചെയ്യാനാണ് ഡോക്ടറും നിർദ്ദേശിച്ചിട്ടുള്ളത്. Against the backdrop of her sister's experience, Charlie decided against this option and chose instead to try improving her disease with the use of potent antioxidant supplements. അങ്ങനെ ഡോക്ടർ പറഞ്ഞെങ്കിലും ചേച്ചിയുടെ ഈ ദുരന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യാനായിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതല്ലാതെ അവൾ വിചാരിച്ചത് എങ്ങനെ ഈ രോഗത്തിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് ആൻറ്റിഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റ്സിലേക്കാണ് അവൾ പോയത്. Lexi had instilled in her this hope. Charlie saw Lexi respond well to supplements following her lung transplant. Physicians had thought they would lose Lexi shortly after her surgery. But she was a fighter and with the help of nutrients she recovered remarkably well. അങ്ങനെ ലെക്സിയും ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ലെക്സി ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമിൽ ഇമ്പ്രൂവ് ചെയ്യുന്നത് കണ്ടിട്ട് ലങ് ട്രാൻസ്പ്ലാന്റ് ഒഴിവാക്കിക്കൊണ്ട് ഫിസിഷ്യൻസിന് വരെ ഒരു അതിശയമായിരുന്നു എങ്ങനെയാണ് ഇവൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. Although Lexi only lived a few months longer, Charlie was convinced her best option was to try to build up her own body through supplementation. പക്ഷേ ലെക്സി കുറച്ച് നാൾ മാത്രമേ ജീവിച്ചുള്ളൂ. പക്ഷേ ഷാർലി വിചാരിച്ചത് ഞാൻ ലങ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഷീ ബിഗാൻ ടേക്കിംഗ് എ പൊട്ടൻറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് ആൻഡ് മിനറൽ സപ്ലിമെൻറ്റ് along with additional vitamin C, calcium, magnesium and grapeseed extract. She experienced astounding results. Several months later, her lung function had improved over 50%. Her physicians were amazed. ഈ പറഞ്ഞ തരത്തിലുള്ള വൈറ്റമിൻ സി, കാൽഷ്യം, മഗ്നീഷ്യം, ഗ്രേപ്സീഡ് എക്സ്ട്രാക്റ്റ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ അവളുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി 35 നിന്ന് 50% ഉയർന്നു. അപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് അതിശയമായിരുന്നു എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന്. ഷാർലി ബിഗാൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഈവൻ സം മൈനർ സ്പോർട്സ്. അവൾ ഫിസിക്കൽ ആയിട്ട് ആക്റ്റീവായിട്ടുള്ള തരത്തിലുള്ള സ്പോർട്സിലേക്കൊക്കെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. അതൊന്നും ചെയ്യാൻ പറ്റാതിരുന്നൊരു കുട്ടിയായിരുന്നു. She always believed that the more active she could be, the better, even though she continued to have infections and had to be hospitalized from time to time to receive intravenous antibiotics. Despite these small setbacks, Charlie saw her life and activities rise to almost normal levels. അവൾക്ക് പിന്നെയും ഇൻഫെക്ഷൻസ് വരുന്നുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ആൻറ്റിബയോട്ടിക് ഇൻട്രാവീനസ് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കേണ്ടി വരുന്നുണ്ടായിരുന്നു. എന്നാലും അവൾ നോർമൽ ആവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഹർ ഡിസിഷൻ നോട്ട് ടു ഗോ ഓൺ ദ ലങ് ട്രാൻസ്പ്ലാന്റ് ലിസ്റ്റ് ബട്ട് ഇൻസ്റ്റഡ് സ്റ്റാർട്ട് ആൻ അഗ്രസീവ് സപ്ലിമെൻറ്റ് പ്രോഗ്രാം വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഓഫ് ഹർ യങ് ലൈഫ്. സോ എന്തായാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല എന്നും നല്ല രീതിയിലുള്ള സപ്ലിമെൻറ്റേഷൻ തന്നെ ചെയ്യാനാണ് അവൾ ശ്രമിച്ചത്. ഷാർലി ബിക്കം എ സിംബൽ ഓഫ് ഹോപ്പ് ഫോർ മെനി അതർ ചിൽഡ്രൻ വിത്ത് സിസ്റ്റിക് ഫൈബ്രോസിസ് ആസ് വെൽ. അവൾ മറ്റുള്ള സിസ്റ്റിക് ഫൈബ്രോസിസ് രോഗികൾക്ക് ഒരു മാതൃകയാകുന്നത് പോലെ ഉള്ള ഒരു കാര്യമാണ് നിർവഹിച്ചുകൊണ്ടിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഷാർലീസ് ബാറ്റിൽ കണ്ടിന്യൂസ്. അബൌട്ട് 3 years ago ഷീ ഡെവലപ്ഡ് അക്യൂട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. 3 കൊല്ലം മുമ്പ് അവൾക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള ബ്രെത്ത്ലെസ് എന്നുള്ള അവസ്ഥ വന്നു, ശ്വാസം കിട്ടാത്ത അവസ്ഥ വന്നു. ദിസ് വാസ് മോർ ഡിഫിക്കൽട്ട് ദാൻ എനിത്തിങ് എൽസ് ഷീ ഹാഡ് എക്സ്പീരിയൻസ്ഡ്. ഇതുവരെ ഉണ്ടാവാത്ത അത്ര ബുദ്ധിമുട്ടായിരുന്നു. ആഫ്റ്റർ ഹർ ഡോക്ടർ ഇവാലുവേറ്റഡ് ഹർ, he had to inform her mother that one of Charlie's lungs collapsed and was not working at all, a condition known as pneumothorax. So ഡോക്ടർ പറഞ്ഞത് അവളുടെ ഒരു ശ്വാസകോശം വർക്ക് ചെയ്യുന്നില്ല, അത് ഏകദേശം നശിച്ച പോലെ ആയിട്ടുണ്ട്. അതിനെ ടേം ചെയ്തത് എന്താണ്, ന്യൂമോതൊറാക്സ് എന്നുള്ള പറയുന്ന രീതിയിലാണ്. ദിസ് സർട്ടൺലി ഡിപ്രസ്ഡ് ഷാർലി അറ്റ് ഫസ്റ്റ്. ഷാർലിക്ക് വളരെയധികം വിഷമമായി ഇങ്ങനെ അറിഞ്ഞപ്പോൾ. But determinedly she overcame this setback and eventually returned to a near normal life, fully relying on the one damaged lung she has left. She continues her battle for air and victory over infection following a bout of pneumonia that brought her breathing capacity down to 15%. She again regained her active lifestyle and shocked her doctors. In fact, her breathing capacity has returned to 35%.
ഇപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലങ് പോലും അവൾക്കില്ല. ഒരെണ്ണം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലായി, ഒരെണ്ണം ഓൾറെഡി ഇൻഫെക്ഷനും ഈ സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ അറ്റാക്ക് ഉള്ളതുമായിട്ടിരിക്കുകയാണ്. എന്നിട്ടും അവൾ കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരുന്നിട്ട് നോക്കുമ്പോൾ 15% എന്നുള്ള രീതിയിൽ ബ്രീത്തിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്തു. മാത്രമല്ല അവളുടെ ബ്രീത്തിങ് പിന്നെ 35% ഉയരുകയും ചെയ്തു. ഷാർലീസ് സക്സസ് സ്റ്റോറി ഈസ് വൺ ഓഫ് ദി അൺഡോണ്ടഡ് കറേജ് ആൻഡ് സ്ട്രെങ്ത് സപ്പോർട്ടഡ് ബൈ ദി കോംപ്ലിമെൻ്ററി ടീം of the best of medical attention and nutrition supplements available. Charlie has learned to live one day at a time. This certainly makes every day a precious gift. അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം തന്നെ ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ള അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അവളുടെ അഭൂതപൂർവമായിട്ടുള്ള ധൈര്യം, ആ ഒരു ശക്തി, മെൻ്റൽ സ്ട്രെങ്ത്, അത് ആ ടീമിനെ തന്നെ, മെഡിക്കൽ ടീമിനെ തന്നെ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരുന്നു. I have known Charlie now for more than 7 years. ഡോക്ടർ റേ പറയുകയാണ്, എനിക്കിപ്പോൾ ഷാർലീനെ 7 വർഷമായിട്ട് അറിയാം. ആൻഡ് ഷീ ഹാസ് ബീൻ എ പില്ലർ ഓഫ് എൻകറേജ്മെൻറ്റ് ടു മീ. എനിക്ക് പോലും, അതായത് ഡോക്ടർ റേ പറയുന്നതാണ്, എനിക്ക് പോലും അവൾ വളരെയധികം ധൈര്യം തരുന്ന രീതിയിലാണ്. Our lungs are probably most vulnerable to the toxic world in which we now find ourselves having to live. നമ്മളുടെ ശ്വാസകോശമാണ് ഏറ്റവും കൂടുതൽ ഈ എല്ലാ തരത്തിലുള്ള ടോക്സിൻസിനെയും ഉള്ളിലേക്ക് എടുക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടോക്സിൻസിനെ ഉള്ളിലേക്ക് എടുക്കേണ്ടി വരുന്നത് നമ്മുടെ ലങ്സിനാണ്. വൈൽ അവർ ബോഡീസ് ഡു ഹാവ് എ ഗ്രേറ്റ് നാച്ചുറൽ ഡിഫെൻസ്. ശരീരത്തിന് നല്ലൊരു പ്രതിരോധ ശക്തിയുണ്ട്. ദേ സ്റ്റിൽ ക്യാൻ ബിക്കം ഓവർവെൽംഡ്. എന്നാലും അത് നമുക്ക് ചിലപ്പോൾ കുറഞ്ഞു പോകാം. ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ് ദാറ്റ് വി ബിൽഡപ്പ് ദീസ് നാച്ചുറൽ ഡിഫെൻസസ് ടു ദെയർ ഓപ്റ്റിമൽ ലെവൽ. അതുകൊണ്ട് തന്നെ ഈ ടോക്സിൻസിനെ, ഈ വിഷങ്ങളെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ നമ്മളുടെ ഡിഫെൻസ് സിസ്റ്റത്തിനെ നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. ദ സ്റ്റോറീസ് ഐ ഹാവ് ഷെയർഡ് വിത്ത് യു ഇൻ ദിസ് ചാപ്റ്റർ ആർ ഡ്രമാറ്റിക് ആൻഡ് ദേ ആർ ട്രൂ. Isn't it amazing how much better patients with asthma, allergies and cystic fibrosis do when they learn how to support their lungs, natural antioxidant and immune systems with nutritional supplements? Is this the miracle you have been looking for as well? So Dr. Ray ചോദിക്കുകയാണ്, ഞാൻ ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ള പല റിയൽ സ്റ്റോറീസും നിങ്ങൾക്ക് ഡ്രാമ പോലെ തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഇത് സത്യമാണ്. മാത്രമല്ല ഇതിലുള്ള പല രോഗികൾക്കും ആസ്മയുണ്ടായിരുന്നു, അലർജീസ് ഉണ്ടായിരുന്നു, സിസ്റ്റിക് ഫൈബ്രോസിസ് ഉണ്ടായിരുന്നു, അവരുടെ ലങ്സിന് വളരെയധികം ഡാമേജസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആൻറ്റി ഓക്സിഡൻറ്റ് സിസ്റ്റവും ഇമ്മ്യൂൺ സിസ്റ്റവും ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ് കൊണ്ട് വെച്ചുകൊണ്ട് കോംപ്ലിമെൻ്ററി മെഡിസിനായിട്ട്, ഇതൊരു കോംപ്ലിമെൻ്ററി സിസ്റ്റമാണ്. ന്യൂട്രീഷൻ സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ്. ഏത് സിസ്റ്റം ഓഫ് ട്രീറ്റ്മെൻറ്റിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് വളരെ ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്നാണ് ഡോക്ടർ റേ ചോദിച്ചിട്ടുള്ളത്. സോ ടുമോറോ വി വിൽ ബി റീഡിംഗ് ചാപ്റ്റർ 13, ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്. താങ്ക് യു. Thank you, madam. Very informative.